അല്ല, ഇത് പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് എം എ ബേബി തന്നെ ഇപ്പോൾ ഡൽഹിയിൽ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് നടത്തുന്ന റെയ്ഡാണെന്നുള്ളതും പ്രതിപക്ഷ പാർട്ടികളിലായിട്ട് നിൽക്കുന്ന നേതാക്കളുടെ കുടുംബാംഗങ്ങളെ വേട്ടയാടിക്കൊണ്ട് ആ പ്രതിപക്ഷ നേതാക്കളെ തകർക്കുവാനും അതോടൊപ്പം തന്നെ അവർ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയെ തകർക്കുവാനുള്ള നീക്കമാണെന്നുള്ളത് ഇപ്പോൾ അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് എം എ ബേബി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ റെയ്ഡും. ഇത് സ്വാഭാവികമായിട്ടും ഇ ഡിയെ സംബന്ധിച്ചിട്ട് കാലാകാലങ്ങളിലായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന റെയ്ഡുകളെ സംബന്ധിച്ചിട്ട് നമുക്കെല്ലാം അറിയുന്നതാണ്. അപ്പോൾ കുടുംബാംഗങ്ങളെ ടാർഗറ്റ് ചെയ്യുക, കുടുംബാംഗങ്ങളുടെ പേരിൽ കേസുകൾ ഉണ്ടാക്കുക, അത്തരത്തിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന അച്ഛനോ അമ്മയോ ആരാണ് പ്രതിനിധാനം ചെയ്യുന്നത് അവരെ തകർക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ പാർട്ടി എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ അഭിപ്രായത്തോടു കൂടി തന്നെയാണ് ഞാനും ഉള്ളത്. ഈ അന്വേഷണം നടക്കുന്ന ഒരു കോടതി ഇന്നലെ ആ കേസിൽ നടപടി സ്വീകരിച്ചതുകൊണ്ടാണ് അതിൽ ആ കേസിന് അല്ലെങ്കിൽ റെയ്ഡ് നടന്ന് അതിൽ തെറ്റൊന്നും ഇല്ലെങ്കിൽ അധികവും മകളും അഗ്നിശുദ്ധി പറ്റി വരുന്നതല്ലേ നല്ലത്. കേസ് നടത്തുന്നതിനോ റെയ്ഡ് നടത്തുന്നതിനോ ഇവിടെ ആരും തടയുന്നില്ലല്ലോ. ഇപ്പം ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് റെയ്ഡ് തടയാനോ അല്ലെങ്കിൽ റെയ്ഡ് നടത്താൻ പാടില്ല എന്ന് പറയാനോ അല്ലല്ലോ ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിയുടെ പോൾ ബ്യൂറോ അംഗമായിട്ടുള്ള സഖാവിൻ്റെ വീട്ടിൽ സഖാവ് ഇതിൻ്റെ അകത്ത് പ്രതിയല്ലല്ലോ. ഇതിൻ്റെ അകത്ത് പ്രതിയായിട്ടുള്ള ആള് കുടുംബാംഗങ്ങളാണ്. ആ കുടുംബാംഗം പ്രതിയായിട്ടുള്ള ഒരു കേസിൻ്റെ അകത്ത് ഇപ്പോൾ പിണറായി സഖാവിനെ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് തടഞ്ഞു വെച്ചുകൊണ്ടുള്ള റെയ്ഡാണ് നടക്കുന്നത്. അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ആളുകൾ ആരും തന്നെ ഒരു ആഹ്വാനം കൂടാതെ എല്ലാ പ്രവർത്തകരും ഇവിടെ വന്നു ചേർന്നുള്ളത്. അത് സ്വാഭാവികമല്ലേ. ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു നിർത്തിയതല്ലേ. ഇപ്പം ഇതിൻ്റെ അകത്ത് പിണറായി സഖാവ് പ്രതിയല്ലല്ലോ. ഇതിൻ്റെ അകത്ത് പിണറായി സഖാവ് പ്രതിയല്ല. പ്രതിയായിട്ടുണ്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബാംഗമാണ്. ആ കുടുംബാംഗത്തിനെ പ്രതിയായിട്ടുള്ള ഒരു കേസിൽ പിണറായി സഖാവിനെ തടഞ്ഞു വെച്ചുകൊണ്ട് ഒരു റെയ്ഡ് നടത്തുന്നു. അതിലാണ് ഞങ്ങൾക്ക് ആക്ഷേപമുള്ളത്. സ്വാഭാവികമായിട്ടും ഇഡിയുടെ നടപടികൾ എല്ലാം ഇങ്ങനെ തന്നെയല്ലേ, ആർക്കെതിരെയായാലും തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു പരിശോധന. അതെ, അതിൽ ഈ പറയുന്ന നിങ്ങൾക്ക് ആക്ഷേപമുള്ള വ്യക്തിയെ നിങ്ങൾക്ക് ഈ പറയുന്ന ഭാഗമായിട്ട് റെയ്ഡ് നടത്താൻ കാര്യം നടത്താം. പക്ഷെ കുടുംബാംഗങ്ങളെ ഇപ്പൊ അച്ഛനും അമ്മയും തടഞ്ഞു വെച്ചിട്ട് റെയ്ഡ് നടത്തേണ്ട കുട്ടി അവിടെ ഈ പറയുന്ന 15 വയസ്സ് താഴെയുള്ള കുട്ടി അതിൻ്റെ അകത്തുണ്ട്. ആ കുട്ടിക്ക് ഈ പറയുന്ന പോലെ അവകാശമൊന്നും ഇല്ലേ? ആ കുട്ടിക്ക് ബാലാവകാശം ഇല്ലേ? ആ കുട്ടിയെ തടഞ്ഞു വെച്ചോണ്ടല്ലേ നിങ്ങൾ റെയ്ഡ് നടത്തുന്നത്? അത് ശരിയായ രീതിയാണോ? ഇതൊക്കെ അനുഭവസ്ഥരായിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നതാണ്. കേസ് വന്നപ്പോൾ അതൊരു പ്രൈവറ്റ് വ്യക്തിയുടെ സ്വകാര്യ വ്യക്തിയുടെ കേസ്, പാർട്ടിക്ക് അതിൽ റോളില്ല എന്ന നിലപാട്. പക്ഷേ പിണറായി വിജയന്റെ മകൾക്കെതിരെ കേസ് വന്നപ്പോൾ അതിനെ എല്ലാം മറന്ന് CPM നേരിട്ട് രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കുന്നതാണ് കാണുന്നത്. ഇതൊരു ഇരട്ടത്തപ്പാണ് എന്നുള്ള വിമർശനം പലരും ഉന്നയിക്കും. എന്താണ് അങ്ങയുടെ അഭിപ്രായം? അല്ല, അത് രാഷ്ട്രീയപരമായിട്ടുള്ള മറുപടിയാണ്. ഞാൻ രാഷ്ട്രീയപരമായിട്ടുള്ള മറുപടി എന്നുള്ളതിലുപരി എൻ്റെ നേതാവാണ് സഖാവ് പിണറായി വിജയൻ. ആ സഖാവിൻ്റെ എതിരായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഞാനിത് കാണുന്നത്. ആ സഖാവിനെതിരായിട്ടുള്ള നീക്കം എന്ന് പറയുമ്പോൾ പാർട്ടിക്കെതിരായിട്ടുള്ള നീക്കമാണ്. അപ്പോൾ ആ നീക്കം എന്ന് പറയുന്നത് പാർട്ടി എന്നുള്ളതിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മാത്രമാണ് എനിക്കതിനെ സംസാരിക്കാനും അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളത്. അപ്പോൾ എനിക്കെന്ത് നൽകിയില്ല എന്ന് നോക്കിയിട്ടല്ല ഞാനൊരു നിലപാട് എൻ്റെ ജീവിതത്തിൽ എടുത്തിട്ടുള്ളത്, ഇനി എടുക്കാനും പോകുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ശക്തമായിട്ട് ആ പ്രതിരോധം തീർക്കാൻ വേണ്ടി എന്താണോ പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം അതിൻ്റെ മുന്നിൽ നിൽക്കും. താങ്കൾക്കെതിരെ നടപടി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്ന നിലയിൽ കൂടിയാണ് എന്തുകൊണ്ട് ആ നിലക്കുള്ള ഒരു അന്ന് താങ്കൾക്ക് ലഭിച്ചില്ല? അല്ല, അത് ഞാൻ അല്ലല്ലോ അതിന് മറുപടി പറയേണ്ടത്. ഇപ്പൊ ഞാൻ അത്തരത്തിൽ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടുന്ന ഒരു വ്യക്തി ഞാനല്ലല്ലോ. അത് പാർട്ടിയാണല്ലോ പറയേണ്ടത്. ആ പാർട്ടി ആ സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും അത് പാർട്ടി അത് വ്യക്തമാക്കും. ഞാൻ അതിന്റെ ആ ഭാഗത്ത് തന്നെയാണ് ഞാൻ എത്തുന്നത്. ഇത് എടുത്തിരിക്കുന്നത് ഒരു വ്യക്തിയുടെ പേരിലാണ്. പിണറായി സാഹിബിന്റെ പേരിൽ ഒരു കേസുമില്ല. അങ്ങനെയുള്ള ആളെ ഈ വീട്ടിന്റെ അകത്ത് തടഞ്ഞു വെച്ചുകൊണ്ട് റെയ്ഡ് നടത്തുമ്പോൾ അത് എത്തരത്തിലേക്കാണ് പൊതുസമൂഹത്തിൽ വ്യാഖ്യാനിക്കപ്പെടുക എന്നുള്ളതിന്റെ നല്ല രാഷ്ട്രീയ ബോധം CPM ഉണ്ടല്ലോ. ആ ഭാഗത്തിന്റെ അടിസ്ഥാനമായിട്ടാണ് ഈ റെയ്ഡിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകളൊക്കെ തടഞ്ഞു നിർത്തി ഇതിനകത്ത് അനുവദിക്കില്ല എന്നുള്ള നിലപാടൊന്നും അല്ലല്ലോ CPM എടുത്തുള്ളത്. CPM എടുക്കുന്ന റെയ്ഡ് നടത്തിക്കോട്ടെ, റെയ്ഡിന് എന്താണ് വരുന്നത് നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ കേസിൽ പ്രതിയല്ലാത്ത ഒരാൾ, കേസിലില്ലാത്ത ഒരാൾ ആ അച്ഛനെയും അമ്മയെയും കുട്ടിയെയും തടഞ്ഞു വെച്ചുകൊണ്ട് ഇവിടെ റെയ്ഡ് നടത്തുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ് നിലപാട്. റെയ്ഡ് ആരംഭിച്ചിട്ട് 4 മണിക്കൂർ പിന്നിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ പിണറായി വിജയന്റെ കുടുംബത്തിൽ നിന്നോ ഇഡിയിൽ നിന്നോ ലഭിക്കുന്നുണ്ടോ? പാർട്ടിക്കോ മറ്റാർക്കെങ്കിലും ഇഡിയുടെ വിവരങ്ങൾ എങ്ങനെയാ പാർട്ടിക്ക് ലഭിക്കുക? കുടുംബത്തിൽ അല്ല, അത് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കൾ ആണ് പറയേണ്ടത്. അതിനെക്കുറിച്ച് എനിക്കില്ല. ഞാൻ ഈ കുടുംബമായിട്ട് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. എല്ലാ പാർട്ടി കുടുംബങ്ങളും എപ്പോഴും എല്ലാവരും ചേർന്ന് നിൽക്കേണ്ടതാണ്. എല്ലാ പാർട്ടി കുടുംബങ്ങളും ഒരു പ്രശ്നം വന്നാൽ ഒന്നിച്ചാണ് നിൽക്കേണ്ടത്. ഞാൻ ഒന്നിച്ചാണ് നിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ്